തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി തിരുവനന്തപുരത്ത് ചേരുന്ന ബി.ജെ.പി. നേതൃയോഗത്തിൽ നിന്ന് പി.കെ. കൃഷ്ണദാസ് പക്ഷം വിട്ടുനിൽക്കുന്നു. പി.കെ. കൃഷ്ണദാസ്, എം.ടി. രമേശ്, എൻ. രാധാകൃഷ്ണൻ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. നേതൃയോഗത്തിന് ശേഷം കോർ കമ്മിറ്റി ചേരും. അലമീൻ വിശദാംശങ്ങളുമായി. അലമീൻ, അപ്രതീക്ഷിതമായിട്ടാണോ ഇപ്പോൾ പി.കെ. കൃഷ്ണദാസ്, എൻ. രാധാകൃഷ്ണൻ, എം.ടി. രമേശ് എന്ന കൃഷ്ണദാസ് പക്ഷം എന്നറിയപ്പെടുന്ന വിഭാഗം വിട്ടുനിൽക്കുന്നത്? ബി.ജെ.പിയിലെ പി.കെ. കൃഷ്ണദാസ് വിഭാഗത്തെ പ്രമുഖരാണ് നികേഷ് ഇന്നത്തെ നേതൃയോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. പി.കെ. കൃഷ്ണദാസ്, എം.ഡി. രമേശ്, എൻ. രാധാകൃഷ്ണൻ തുടങ്ങിയവർ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. പ്രധാനമായും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകനത്തിനും ഒപ്പം കോർ കമ്മിറ്റി ചേർന്ന തുടർ പ്രവർത്തനങ്ങളുമൊക്കെ വിലയിരുത്തുന്നതിനും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനും വേണ്ടിയാണ് ഇന്ന് യോഗം വിളിച്ചത്. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞാൽ ആദ്യം ചേരുന്നത് മേൽത്തട്ടിലുള്ള സമിതിയായിട്ടുള്ള കോർ കമ്മിറ്റിയാണ്. അവിടെ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്തതിനു ശേഷമാണ് വിശദമായിട്ടുള്ള നേതൃയോഗത്തിലേക്ക് കടക്കുന്നത്. അതിന് വിപരീതമായിട്ടാണ് ഇന്നിപ്പോൾ ആദ്യം നേതൃയോഗം ചേരുന്നു, അതിന് പിന്നാലെ കോർ കമ്മിറ്റി യോഗം എന്നുള്ളത്. പല മണ്ഡലങ്ങളിലും എം.ഡി. രമേശ് മത്സരിച്ച ഇടങ്ങളിൽ ഉൾപ്പെടെ പലതരത്തിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ കാലുവാരൽ ശ്രമങ്ങളും ഒക്കെ നടന്നു എന്നുള്ളൊരു ആരോപണം ഉയരുന്നുണ്ട്. എം.ഡി. രമേശിനുൾപ്പെടെ അത് പരാതിയുമുണ്ട്. പക്ഷേ നേതൃത്വം അത് പരിഗണിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടുകൂടിയാണ് ഇപ്പോൾ ഈ വിഭാഗത്തെ നേതാക്കൾ വിട്ടുനിൽക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. പല മണ്ഡലങ്ങളിലെയും ഈ വിഭാഗീയ പ്രവർത്തനങ്ങളും കാലുവാരൽ ശ്രമങ്ങളും ഒക്കെ തന്നെ ഇന്നത്തെ യോഗത്തിൽ ചൂടേറിയ ചർച്ചകൾക്ക് ഇടയാക്കും. പല സ്ഥാനാർത്ഥികൾക്കുമെതിരെ വിമർശനം ഉയർന്നേക്കും എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. ഒന്ന്, ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയായിരുന്ന ശോഭാ സുരേന്ദ്രനെതിരെ അത് മത്സരിക്കുന്നതിനിടയിൽ തെരഞ്ഞെടുപ്പിനിടയിൽ ദല്ലാൽ നന്ദകുമാറുമായുള്ള കൂടിക്കാഴ്ചയും ഇ.പി. ജയരാജനെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ നടത്തിയ ശ്രമങ്ങളുമൊക്കെ തുറന്നു പറഞ്ഞതുമായി ബന്ധപ്പെട്ടായിരിക്കും ശോഭയ്ക്കെതിരെ വിമർശനം ഉയരുക. ഒരു വിഭാഗം ശോഭയ്ക്കെതിരെ ആഞ്ഞടിക്കാൻ തയ്യാറായി തന്നെയാണ് യോഗത്തിൽ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. അങ്ങനെ ഒരു നടപടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ അതിനെ എങ്ങനെ പ്രതിരോധിക്കുമെന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. മറ്റൊന്ന്, കൊല്ലത്തെ സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാറിനെതിരെയും ചില ആരോപണങ്ങൾ അവിടുത്തെ തിരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന നേതാക്കൾ ഉന്നയിക്കുമെന്നാണ് മനസ്സിലാക്കാനാകുന്നത്. പ്രചരണ പ്രവർത്തന രംഗത്ത് പാർട്ടി നേതൃത്വത്തെ, ജില്ലാ നേതൃത്വത്തെ ഒന്നും വിശ്വാസത്തിലെടുക്കാത്ത സമീപനവും നിലപാടും കൃഷ്ണകുമാർ സ്വീകരിച്ചു എന്നതിൽ അടക്കമുള്ള ആരോപണങ്ങളാണ് ആ നിലയിലുള്ളത്. ഒപ്പം ആറ്റിങ്ങലിലെ സ്ഥാനാർത്ഥിയായിരുന്ന കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള വി മുരളീധരൻ ആലപ്പുഴയിൽ ഇടപെട്ടു എന്നും ശോഭാ സുരേന്ദ്രനെതിരെ മുരളീധര വിഭാഗത്തെ ഉപയോഗിച്ച് പ്രവർത്തിച്ചു എന്നതടക്കമുള്ള പരാതി ശോഭയ്ക്കൊപ്പം നിൽക്കുന്നവർക്കുണ്ട്. ആ വിഷയങ്ങളൊക്കെ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും. അതിനോടൊപ്പം ഏറെ പ്രധാനം, കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇ.പി. ജയരാജനെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ നടത്തിയ ശ്രമങ്ങളുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദങ്ങൾ, ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ, അതിൽ തന്റെ ഭാഗം, കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് പ്രകാശ് ജാവ്ദേക്കർ യോഗത്തിൽ വിശദീകരിച്ചിരിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. ഇതിലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ഉയരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം നിർണായകമായ യോഗത്തിൽ കൃഷ്ണദാസ് വിഭാഗം മാറി നിൽക്കുന്നതിനെ ഔദ്യോഗിക നേതൃത്വം എങ്ങനെ കാണും, അതിനെതിരെ വിമർശനത്തിന്റെ അമ്പുകൾ എയ്യുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഏറെ പ്രധാനമാണ്. ഏതായാലും തിരുവനന്തപുരത്ത് നിർണായകമായിട്ടുള്ള ബി.ജെ.പിയുടെ നേതൃയോഗം ആരംഭിച്ചു. അതിനുശേഷം വൈകിട്ടോ രാത്രിയോ ആയിരിക്കും ഈ നേതൃയോഗം സമാപിച്ചതിന് ശേഷമായിരിക്കും കോർ കമ്മിറ്റിയിലേക്ക് കടക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5 സീറ്റുകൾ വരെ വിജയിക്കുമെന്നുള്ളതാണ് നേതൃത്വത്തിന്റെ അവകാശവാദം. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം ജില്ലാ നേതൃത്വം നൽകിയ കണക്കുകൾ കൂട്ടിയും കിഴിച്ചും നേതൃത്വം എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം, തൃശൂർ മണ്ഡലങ്ങളിൽ വിജയിക്കുമെന്നുള്ള ഒരു പ്രാഥമിക വിലയിരുത്തലിലാണ്. അത് ആ നിഗമനങ്ങൾ, ആ കണക്കുകൂട്ടലുകൾ കുറച്ചുകൂടി ആഴത്തിലുള്ള വിശകലനങ്ങളിലേക്ക് ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകും. അതിനുശേഷം ഒരു വിലയിരുത്തലായിരിക്കും, നിഗമനമായിരിക്കും നേതൃത്വത്തിൽ ഉണ്ടാവുക. തിരുവനന്തപുരത്തും തൃശ്ശൂരും വിജയം ഉറപ്പാണോ, അതോ പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ യോഗത്തിൽ വിശദമായി തന്നെ വിലയിരുത്തും. ഒപ്പം ഉയർന്നു വരുന്ന വിമർശനങ്ങൾ, അതിനെ പ്രതിരോധിക്കുന്ന രീതികൾ, അതൊരു തർക്കത്തിലേക്കും മറ്റും പോകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളും ഏറെ നിർണായകമായിരിക്കും. നികേഷ്, അലമീൻ, ഇക്കാര്യത്തിൽ പി.കെ. കൃഷ്ണദാസും എം.ടി. രമേശും എൻ. രാധാകൃഷ്ണനും വിട്ടുനിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? 2 കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യാനിരുന്നത്. ഒന്ന്, ശോഭാ സുരേന്ദ്രൻ ഇ.പി. ജയരാജനെ ബി.ജെ.പിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമം നടത്തി എന്ന് വാദമുയർത്തുകയും അതിൻ്റെ ഡീറ്റെയിൽസ് പറയുകയും ചെയ്തു എന്നുള്ളത്. 2, എം.ടി. രമേശിനടക്കമുള്ളവർക്ക് ചില മണ്ഡലങ്ങളിൽ അടിവലി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആക്ഷേപമുണ്ട്. ഈ 2 കാര്യങ്ങളിലും എന്തുകൊണ്ടാണ് പി.കെ. കൃഷ്ണദാസ് ഇന്ന് തങ്ങളുടെ വാദം പറയാതിരിക്കുന്നത്? അല്ലെങ്കിൽ വാദം പറയുന്നതിനപ്പുറത്തേക്ക് ശക്തമായ പ്രതിഷേധം പ്രകടിപ്പിക്കണം എന്നുള്ളത് കൊണ്ടാണോ മാറി നിൽക്കുന്നത്? സാധാരണഗതിയിൽ ഈ കോർ കമ്മിറ്റി, സംസ്ഥാന ബി.ജെ.പിയിലെ ഏറ്റവും ഉന്നതമായ ബോഡിയാണ് കോർ കമ്മിറ്റി എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട നേതാക്കൾ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു ഫോറം. അവിടെയാണ് സാധാരണ പ്രധാനപ്പെട്ട ചർച്ചകളും വിമർശനങ്ങളും ഒക്കെ വരുന്നത്. നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നത് അവിടെയാണ്. സ്വാഭാവികമായും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെ ഒരു നിർണായകമായ ഘട്ടത്തെ അഭിമുഖീകരിച്ചതിന് ശേഷം പാർട്ടി നേതൃത്വം അതിന്റെ വിലയിരുത്തലിലേക്ക് കടക്കുമ്പോൾ ആദ്യം ചേരേണ്ടത് ആ കോർ കമ്മിറ്റി തന്നെയാണ്. പ്രധാനപ്പെട്ട നേതാക്കൾ മാത്രമുള്ള ആ കോർ കമ്മിറ്റി ചേർന്ന് അവിടെ കാര്യങ്ങൾ വിലയിരുത്തിയതിനു ശേഷമായിരിക്കണം താഴെത്തട്ടിലുള്ള കൂടിയാലോചനകളിലേക്ക് കടക്കുന്നത്. അതിലേക്ക് കടന്നില്ല എന്നുള്ളതാണ് പരാതിയുടെ ഒരു പ്രധാനപ്പെട്ട കാരണമായി നമ്മൾ മനസ്സിലാക്കുന്നത്. പി.കെ. കൃഷ്ണദാസും അതുപോലെ എം.ഡി. രമേശും ഒക്കെ അതൃപ്തി പറയുന്നതും ആ ഒരു വിഷയത്തിൽ തന്നെയാണ്. കാരണം വിശദമായി പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾക്കൊള്ളുന്ന ഒരു യോഗം വിളിക്കാതെ താഴെത്തട്ടിലേക്ക് കീഴ്വഴക്കങ്ങൾ ലംഘിച്ച് പോകുന്നു നേതൃത്വം, അതിന് പിന്നിൽ മറ്റെന്തോ താല്പര്യമുണ്ട് എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് അവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. എന്ന് മാത്രമല്ല,
ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പി കെ കൃഷ്ണദാസ് വിഭാഗത്തെ വിമത വിഭാഗമെന്നോ എതിർ വിഭാഗമെന്നോ ഒക്കെ പറയാവുന്ന പി കെ കൃഷ്ണദാസ് വിഭാഗത്തെ ഔദ്യോഗിക വിഭാഗം ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഒരു തരത്തിലും പരിഗണിച്ചില്ല എന്നുള്ളൊരു പരാതി കൂടിയും അവർക്കുണ്ട്. അതിൽ ഒന്നവർ ചൂണ്ടിക്കാണിക്കുന്നത് എം ഡി രമേശിനെതിരായി നടന്ന നീക്കമാണ്. മറ്റൊന്ന് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള വി മുരളീധരൻ മത്സരിക്കുമ്പോൾ കൃഷ്ണദാസ് വിഭാഗം വിട്ടുനിന്നു, സഹകരിച്ചില്ല. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളോട് അവർ ഒരു നീരസം പ്രകടിപ്പിച്ച് അവർ ഒരു നിസ്സഹകരണ മനോഭാവം പ്രകടിപ്പിച്ചു എന്നുള്ള ആരോപണം ഇതിനോടകം തന്നെ ഔദ്യോഗിക വിഭാഗം ഉയർത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും ആ ഒരു വിഭാഗത്തെ പലതരത്തിൽ ടാർഗറ്റ് ചെയ്യുന്നു ഔദ്യോഗിക നേതൃത്വം, ഔദ്യോഗിക വിഭാഗം എന്നൊരു പരാതി കൂടിയും അവർക്കുണ്ട്. യോഗത്തിൽ വന്നാലും അവരുടെ പരാതികൾ കേൾക്കാനും പരിഹരിക്കാനും അതിന് ചെവി കൊടുക്കാനും നേതൃത്വം തയ്യാറാകാൻ സാധ്യതയില്ല എന്നൊരു വിലയിരുത്തൽ കൂടി അവർക്കുണ്ട്. അങ്ങനെ ഒരു പരിഗണന ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം വിളിക്കേണ്ടത് കോർ കമ്മിറ്റി യോഗമായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് അവർ വിട്ടുനിൽക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. അതിനപ്പുറത്തേക്കുള്ള പാർട്ടിയിലെ വിഭാഗീയ പ്രവർത്തനങ്ങൾ കൂടി ഈ അതൃപ്തിയിലും ഈ നീരസത്തിലുമൊക്കെ പ്രകടമാവുകയും ചെയ്യുന്നുണ്ട്, നിഴലിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ മൂന്ന് നേതാക്കളും എൻ രാധാകൃഷ്ണനും പി കെ കൃഷ്ണദാസും എം ഡി രമേശും പൂർണ്ണമായി വിട്ടുനിൽക്കുമ്പോൾ അവരോടൊപ്പമുള്ള മറ്റു ചില നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. അവർ ഈ നേതാക്കളുടെ നിലപാടും നേതാക്കളോട് ഔദ്യോഗിക വിഭാഗം കാണിക്കുന്ന അവഗണനയും ഒക്കെ തുറന്നു പറയുമോ എന്നതടക്കമുള്ള കാര്യങ്ങളുമൊക്കെ ഏറെ പ്രധാനപ്പെട്ടതാണ്. ഒരുപക്ഷെ ഇന്നത്തെ ഈ യോഗത്തിൽ, ഈ ആദ്യം ചേരുന്ന നേതൃയോഗത്തിൽ താഴെത്തട്ടിലുള്ള ആളുകൾ വരെ, തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന ആളുകൾ വരെയുണ്ട്. അത്തരത്തിൽ പലതരത്തിലുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഒരു യോഗമായതുകൊണ്ട് തന്നെ കാടടച്ചുള്ള ഒരു വിമർശനങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്നൊരു നിലപാടും ഒരുപക്ഷെ നേതൃത്വം സ്വീകരിച്ചേക്കാം. അതൊക്കെ ഏത് വിധത്തിൽ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. അതിനുശേഷം നടക്കുന്ന കോർ കമ്മിറ്റിയും ഏറെ പ്രധാനമാണ്. ഏതായാലും ഈ വിമർശനങ്ങളിലൊക്കെ തന്നെ അതിൻ്റെ ഒരു കാമ്പും കാടലും ഏത് രീതിയിൽ പോകുമെന്നുള്ളത് പ്രധാനമാണ്. അത്തരത്തിലുള്ള വിമർശനങ്ങൾ വരുമ്പോൾ അത് കേരളത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവദേക്കർ അതിനെ പ്രതിരോധിക്കുമോ അതോ അതിന് ചെവി കൊടുക്കുമോ, അത് കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങളും ഏറെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. സ്വാഭാവികമായും ഈ പരാതിയും പരിഭവവും സംസ്ഥാന ഔദ്യോഗിക നേതൃത്വം കാണിക്കുന്ന അവഗണനയൊക്കെ തന്നെ ഈ കൃഷ്ണദാസ് വിഭാഗം അത് ദേശീയ നേതൃത്വത്തെ കൂടിയും അറിയിക്കാനുള്ള തയ്യാറെടുപ്പും അവർ എടുക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. ഈ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതും അതിന്റെ ഭാഗമായി തന്നെയായിരിക്കണം. സ്വാഭാവികമായും യോഗത്തിൽ പങ്കെടുക്കാത്ത സംബന്ധിച്ചുള്ള ചോദ്യം വരുമ്പോൾ ഇക്കാര്യങ്ങൾ ഉൾപ്പെടെ ദേശീയ നേതൃത്വത്തെ കൂടി അറിയിക്കാനും അവർ തയ്യാറെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത്. കാരണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ BJP ദേശീയ നേതൃത്വം പ്രതീക്ഷിച്ചത്ര ഒരു മുന്നേറ്റം നടത്താനോ വിജയിക്കാനോ കേരളത്തിലായിരുന്നില്ല. ദേശീയ നേതൃത്വത്തിന്റെ പ്രതീക്ഷയ്ക്ക് തുയരാനും സംസ്ഥാന നേതൃത്വത്തിനായിരുന്നില്ല. അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണമായി ദേശീയ നേതൃത്വം കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ വിലയിരുത്തിയത് സംസ്ഥാന നേതൃനിരയിലെ വിഭാഗീയതയും ഭിന്നിപ്പുമൊക്കെയാണ്. സ്വാഭാവികമായും ഇത്തവണയും അത്തരത്തിൽ വിജയിക്കാനാകാതെ, പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടാക്കാനാകാതെ പോയി കഴിഞ്ഞാൽ അതിന്റെ ഒരു കാരണമായി ഈ വിഭാഗീയ പ്രവർത്തനങ്ങളും പാർട്ടിയിലെ ഭിന്നതയും ഒക്കെ ഒരു കാരണമായി ദേശീയ നേതൃത്വം വിലയിരുത്തും. അങ്ങനെ വരുമ്പോൾ അതിന് പ്രധാനപ്പെട്ട കാരണക്കാർ ഔദ്യോഗിക വിഭാഗത്തിന്റെ നിലപാട് കൂടിയാണ്, ഔദ്യോഗിക വിഭാഗമാണ് എന്നതുകൂടി ദേശീയ നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കൃഷ്ണദാസ് വിഭാഗം താല്പര്യപ്പെടുന്നുണ്ട്. അതിന്റെയൊക്കെ ഒരു മുന്നൊരുക്കമായി കൂടി തന്നെയാണ് ഈ നേതൃയോഗത്തിൽ നിന്ന് അവർ വിട്ടുനിൽക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. നികേഷ്.